ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പെഡിക്യൂർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിലെടുക്കുന്നത് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുകയാണ്. പൊടിയുപ്പായാലും കല്ലുപ്പായാലും മതി. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് കുറച്ച് ഷാമ്പൂ കൂടി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടു, ഷാമ്പൂ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു പത വരുത്താനായിട്ട്. അതിനുശേഷം ഞാൻ നാരങ്ങ ചേർക്കാറുണ്ട്. സാധാരണ ഒരു ലെമണിൻ്റെ ഒരു പകുതി നീര് ചേർക്കാറുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ ലെമൺ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് കാലതിൽ മുക്കി വയ്ക്കുക. ഒരു 15 മിനിറ്റിൽ അങ്ങനെ ഇരുന്നോട്ടെ, നല്ലതാണത്. അപ്പം ഞാൻ നേരത്തെ ഒരു പെഡിക്യൂർ വീഡിയോ ചെയ്തായിരുന്നു. അപ്പം അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ചെറിയ ചൂടുള്ളതുകൊണ്ട് ഞാൻ ആദ്യം കാല് മുക്കി വയ്ക്കാണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതെ ഇങ്ങനെ മുക്കി വെച്ചിട്ട് 15 മിനിറ്റോളെങ്കിലും വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമ്മളൊരു പിമിക് സ്റ്റോണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പം നമ്മളിത് ഇങ്ങനെ നന്നായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രത്യേകിച്ച് ഉപ്പൂജിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഒരു ചെളി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് നമുക്ക് ഇളകിപ്പോക്കോളും. ഇത്ര നേരം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ വച്ചേക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അപ്പം നാരങ്ങയും കൊണ്ട് നിങ്ങൾക്ക് നല്ലോണം ഒന്ന് നഖത്തിലൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നാരങ്ങയുടെ തൊലി കൊണ്ട്. അപ്പോൾ ഇത് ചെയ്യാതിന് ശേഷം കാല് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഞാനൊരു സ്ക്രബ് ഇടുകയാണ്. ഈ സ്ക്രബ് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ക്രബാണ്. ഓട്സാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. കുറച്ച് ഓട്സും പിന്നെ പാലും കൂടി മിക്സ് ചെയ്തേക്കാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടൊമാറ്റോ ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങയുടെ നീര് എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഫേസിലും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു സ്ക്രബാണിത്. നല്ലൊരു ഇഫക്റ്റ് കിട്ടും, നല്ല ബ്രൈറ്റനിങ് ഇഫക്റ്റ് കിട്ടുന്ന ഒരു സ്ക്രബാണ് ഈ ഓട്സ് സ്ക്രബ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റെങ്കിലും കാലിൽ ഇത് വയ്ക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ നേരത്തെ ഒരു പെഡിക്യൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഡീറ്റെയിൽ പറയുന്നതുകൊണ്ട് ഈ ഒരു വീഡിയോ വളരെ ചെറുതായിട്ട് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിനുശേഷം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് നഖത്തിൻ്റെ ഇടയ്ക്കുള്ള ചെളിയും ഒക്കെ ഞാൻ ഒരു ക്യൂട്ടിക്കിൾ പുള്ളി അതൊക്കെ ഞാൻ ചെയ്തായിരുന്നു. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചേക്കുന്നതുകൊണ്ട് ഇതിൽ ഞാൻ പ്രത്യേകം വീണ്ടും അത് കാണിക്കാതെ കേട്ടോ. അപ്പം നഖത്തിൻ്റെ ഇടയിലൊക്കെ ഉള്ള ചെളിയും പിന്നെ ക്യൂട്ടിക്കിൾ പുഷ് ചെയ്ത് കൊടുക്കാൻ അതൊക്കെ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു കേട്ടോ. അതിന് വേറെ പെഡിക്യൂർ കിറ്റിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അതിനുശേഷം സ്ക്രബ് നമ്മൾ കഴുകിക്കളഞ്ഞ ശേഷം ഞാനൊരു മോയ്സ്ചറൈസറായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ കൊണ്ട് നഖത്തിലും പിന്നെ കാല് ഫുള്ളും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പം 2 ദിവസത്തേക്ക് എന്തായാലും നെയിൽ പോളിഷ് ഇടുന്നില്ല. നമ്മൾ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തതിന് പെഡിക്യൂർ ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ വിടുന്നതാണ് നല്ലത്. കാരണം ബ്രീത്ത് ചെയ്യാനായിട്ട് നെയിൽസിന്. പിന്നെ നമുക്ക് ഭംഗിക്കാണല്ലോ നമ്മളിപ്പോൾ നെയിൽ പോളിഷ് ഇടുന്നത്. അപ്പം ഞാൻ പിന്നെ നഖം ഷേപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും ഞാനങ്ങനെ ഷേപ്പ് ചെയ്യാറില്ല. ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി വയ്ക്കുന്നതല്ലാണ്ട് എനിക്ക് ഷേപ്പ് ചെയ്യണ കാര്യത്തിൽ കുറച്ചൊരു മടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിന് ഭംഗി കിട്ടുള്ളൂ ശരിക്കും നഖത്തിനൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വെളിച്ചെണ്ണയും കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസിങ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനിപ്പം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നെയിൽ പോളിഷ് ഇട്ടത്. സോ ഇപ്പോൾ ഇത്രയൊന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ബൈ ബൈ.